മറ്റേ സ്വർണം പോരാന്ന് പറഞ്ഞാണ്ട് അവൻ പല പ്രാവശ്യം ഇവിടെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയണേ. പെൺമക്കളുള്ള അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിക്കാതെ അവൻ അവിടെ കൊണ്ടുവന്നാക്കി പറ്റില്ല, അതേ ഉള്ളൂ. അപ്പം മോളെ എന്നാൽ അച്ഛ ഇടപെട്ടുകൊണ്ട് അപ്പം അവൾ പറഞ്ഞു അച്ഛ ഇടപെടണ്ട, മൂന്നാമതൊരാൾ ഇടപെട്ടാൽ ഞാൻ അതിലേറെ പ്രശ്നമാകും. ആ വീട്ടുകാരെന്ന് പറഞ്ഞാൽ വീട്ടിലെ അമ്മയും ഒക്കെ ഓന് സപ്പോർട്ടായിട്ട് തന്നെ ചെയ്യുന്നത്. ഒരു കൊടിയ പീഡനം എന്നറിയാം നമുക്ക്, ശാരീരികമായിട്ട് മാനസികമായിട്ട്. അച്ഛനില്ല. മഞ്ചേരി എളങ്കൂരിൽ 25 വയസ്സുകാരി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഭർത്തൃ വീട്ടിൽ 1.5 വർഷത്തോളം കാലം നേരിട്ട കൊടിയ പീഡനത്തെ തുടർന്നാണ് കുട്ടി ജീവനൊടുക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികളാണ് ഉയർന്നു വരുന്നത്. കുട്ടിയുടെ വിഷ്ണുജ എന്ന 25-കാരിയുടെ പിതാവ് വാസുദേവൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അച്ഛാ, എത്ര കാലമായി ഇങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട്? എത്ര കാലമായി? വിവാഹം 2 വർഷത്തോളം അവനായി, 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറയൽ തുടങ്ങിയിരുന്നു, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം പോകാറുണ്ട, സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ചോന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനവൾ കഠിനമായിട്ട് പ്രയത്നിക്കുകയായിരുന്നു. അവൾ ഡിഗ്രി കഴിഞ്ഞിട്ട് HDC എന്ന കോഴ്സ് പാസ്സായിട്ട് പിന്നെ കോച്ചിങ്ങിന് പോയിരുന്നു അവൾ. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ചാണ്ട് കഴിഞ്ഞതിന് ശേഷം പറയൽ തുടങ്ങി, സൗന്ദര്യമില്ല ഇവർക്ക്, ഇത് തടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഇവൻ ബൈക്കുമ്പോൾ കയറ്റി കൊണ്ടുപോകില്ല. അത്രയ്ക്കും ഒരു സ്വഭാവമായിരുന്നു. ബൈക്കുമ്പോൾ കയറ്റി കൊണ്ടുപോയി എന്തെങ്കിലും ജസ്റ്റ് നമ്മളെ വീട്ടിലൊന്ന് വന്ന് നിൽക്കുക. ഇത്രയും കാലമായിട്ട് അവൻ വന്ന് നിന്നിട്ടില്ല. അപ്പം ഞങ്ങൾ പറയലുണ്ട്, വിഷുവിനോ ഓണത്തിനോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൻ പറയും അതൊക്കെ വന്നിക്കാലെന്ന് പറയും. വന്നാൽ അപ്പം തന്നെ അവന് പോകണം. ഇപ്പോൾ ഈ സൽക്കാരത്തിന് ഞങ്ങളെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് ഇവൻ പോലും ആകെ 2 സൽക്കാരത്തിനാണ് മതി. മറ്റവരൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ അടുത്ത് ഞങ്ങളെ ബന്ധു വീട്ടിലൊരു ഇതുണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേ. അപ്പോൾ അതിന് വിളിച്ചിട്ട് വന്നു. എൻ്റെ മോളെ അവൻ ഇവിടെ കൊണ്ടുവന്നാക്കി. അതായത് വീട്ടിൽ കൊണ്ടുവന്നാക്കല്ല, ഇവിടെ മലപ്പുറത്ത് ഇറക്കി. മലപ്പുറത്ത് ഇവിടെ പൂക്കോട്ടൂരാണ് ഇത് പരിപാടി. അപ്പോൾ മലപ്പുറത്ത് ഇറക്കി. അപ്പം ഞാൻ കോട്ടയ്ക്കലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോട്ടയ്ക്കൽ നിന്ന് ഇവിടെ വന്ന് മലപ്പുറത്ത് നിന്ന് അവളെയും കൂട്ടി ഞാൻ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്തായിരുന്നു രാവിലെ എന്താ ചായക്ക് എന്ന് വെച്ചാൽ അവൾക്ക് പറയാൻ മടി. ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിക്കാതെ അവൻ അവിടെ കൊണ്ടുവന്നാക്കി. ഞാൻ 2 ദോശ വാങ്ങി കൊടുത്തു ഹോട്ടലിന്. അപ്പോൾ അവൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചൂടാവും അവളോട്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ അപ്പോൾ എന്താ അറിയോ, അപ്പോൾ എന്നാൽ അച്ഛനോട് ഇപ്പോൾ തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ തീരുമാനം എന്നറിയോ, ഒഴിവാക്കുക. അപ്പോൾ എന്താ കാര്യം? അപ്പോൾ അവൾ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ ചോദിച്ചു. ഈ പിറന്നാൾ കഴിഞ്ഞിട്ട് 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ സമ്മതിക്കില്ല. അത്രയ്ക്കും ഇവൻ സൈഡായിട്ടേ കാണുന്നുള്ളൂ. ഇവന് ഈ വേറെയുള്ള പെണ്ണുങ്ങളൊക്കെ ആയിട്ട് സ്ത്രീകളായിട്ടുള്ള വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്ന് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. ഇവനൊക്കെ ഈ നഴ്സ് എന്ന് പറഞ്ഞാണ്ട് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ, നഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാലോ. ഇപ്പോൾ അതെ എൻ്റെ മോള് നഴ്സാണ്. അപ്പോൾ അറിയാലോ. അപ്പോൾ എങ്ങനെ ഇവനൊക്കെ വെച്ച് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഇതിലൂടെ കൊടുക്കണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഇവനൊക്കെ മാതൃകാപരമായിട്ട് ഏറ്റവും കൂടിയ ശിക്ഷ കൊടുക്കണം. എന്നാലേ എനിക്കതിന് എൻ്റെ മകൾ ചെയ്യാൻ പറ്റില്ല, അതേ ഉള്ളൂ. കുട്ടി എന്തെങ്കിലും ശാരീരികമായ എന്തെങ്കിലും പീഡനം? ഞാൻ പറഞ്ഞുതരാം, അതല്ല. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓൾഡായിട്ട്, അതായത് നല്ല എൻ്റെ 3 മക്കളിൽ ഞങ്ങൾക്ക് ഇനി കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളാണ് ഇടപെട്ടൊക്കെ ക്ലിയർ ആക്കൽ. നല്ല മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം. ഞാൻ ഒരു ദിവസം പറഞ്ഞു എൻ്റെ മോളെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ
അപ്പോൾ പറഞ്ഞു മോളെ എന്നാൽ അച്ഛ ഇടപെട്ടുകൊണ്ട് അപ്പോൾ അവൾ പറഞ്ഞു അച്ഛ ഇടപെടണ്ട, മൂന്നാമതൊരാൾ ഇടപെട്ടാൽ ഞാൻ അതിലേറെ പ്രശ്നമാകും. അപ്പോൾ അച്ഛ ഇടപെടണ്ട, ഇതൊക്കെ ഞാൻ തന്നെ പറഞ്ഞ് ശരിയാക്കും, അതിനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊക്കെ മോള് ശരിയാവും കുറേ കാലം എല്ലാ എനിക്കൊരു ജോലി കിട്ടിയാൽ അതൊക്കെ ശരിയാവും. എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അവളത് നിസ്സാരമായിട്ട് കണ്ടു. ഒരു ദിവസം മറ്റേ അവൾക്ക് അത് ഇപ്പോഴാണ് ഞാൻ അറിയണേ, ഈ മർദ്ദനത്തിൻ്റെ പാട് കണ്ടിട്ട് അതിന് അവളെ കൂട്ടുകാരി ബർത്ത്ഡേൻ്റെ അന്നോ അതിൻ്റെ പിറ്റേന്നോ ചെന്നതായിരുന്നു. അപ്പോൾ മർദ്ദനത്തിൻ്റെ പാട് കണ്ടപ്പോൾ അവൾ എന്നിട്ട് എത്ര വെച്ചിട്ടും പറഞ്ഞില്ല കാരണം. പിന്നെ അവൾ പറഞ്ഞ് അപ്പം തന്നെ എൻ്റെ മക്കൾക്ക് വിവരം കൊടുത്തു. അപ്പോൾ മക്കൾ വണ്ടിയായിട്ട് ചെല്ലാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സമ്മതിച്ചില്ല, എൻ്റെ മോളെ ഞാൻ സമ്മതിച്ചില്ല, ഇങ്ങോട്ട് വരണ്ട, അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞ് ശരിയാക്കും. അത്രയ്ക്കും അപ്പോൾ എന്തോ ഒരു അതിലൊക്കെ ഹൈ ആയിട്ട് എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. അതാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. അതായത് അന്നോ ലീവാണ്, ഓൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഇതാണ് പറയണത്, ലീവാണ് പറയുന്നത്. പിന്നെ മറ്റേ സിനിമയ്ക്ക് പോയതായിരുന്നു, അങ്ങനെ ഒരു വഴിയാണ് കൊടുക്കണമെന്ന് അറിയുന്നുണ്ട്. പക്ഷേ ഞങ്ങളവിടെ ഞാൻ എൻ്റെ മോളെ കാണാൻ ചെന്നപ്പോഴൊന്നും അവൻ്റെ ബന്ധുക്കളാരെയും കണ്ടില്ല. കുറച്ച് പ്രായമായ ഒരാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും അവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ പ്രബിൻ്റെ വീട്ടുകാർ എന്താ പറയുക, അതായത് ഈ സമയത്ത് അവർ എങ്ങനെ ഈ കുട്ടിയോട് പെരുമാറിയെന്ന് എങ്ങനെയൊക്കെ അറിയും? ആ വീട്ടുകാരെന്ന് പറഞ്ഞാൽ വീട്ടിലെ അമ്മയും ഒക്കെ ഓന് സപ്പോർട്ടായിട്ട് തന്നെ ചെയ്യുന്നത്. ഒരു കൊടിയ പീഡനം എന്നറിയാം നമുക്ക്, ശാരീരികമായിട്ട് മാനസികമായിട്ട്. അച്ഛൻ 10 വർഷമായിട്ടിട്ട് മരിച്ചിട്ടുണ്ട്. അമ്മയൊക്കെ എല്ലാവരും, ഒരു പെങ്ങളുണ്ട്, ഒരു അളിയനും ഒക്കെ അവരുടെ സൈഡായിട്ടാണ് നിൽക്കുന്നത്. അതന്നെ ഇല്ല, അവരെ അകത്തുനിന്ന് യാതൊരു ഉണ്ടായിട്ടില്ല. എന്നാൽ എന്തെങ്കിലും നമ്മൾ എന്താ ഒരു ജസ്റ്റ് ഒന്നൊരു തേക്ക് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകണത് അത് ഉണ്ടായിട്ടില്ല, എങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മഞ്ചേരി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ വളരെ തൃപ്തികരമാണ്. ഞങ്ങൾക്ക് അതൊരു ഇതുമില്ല, പരാതിയില്ല. ഇപ്പോൾ വളരെ ഇതിലാണ് പോകുന്നത്. അവരോടൊക്കെ സഹകരിച്ച് പോകുന്നത്. അതെ. അവർ അന്ന് തന്നെ വന്ന് ഞങ്ങളൊക്കെ മൊഴിയെടുത്ത്. പിന്നെ ഇന്നലെ വന്നിരുന്നു DSP മറ്റേ സർക്കിളും സാറൊക്കെ വന്നിരുന്നു, ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. മുന്നോട്ട് പോയി പരമായിട്ട് അവനെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് അതിനുള്ള ഇനി ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു മോൾക്കും, അതായത് പെൺമക്കളുള്ള അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതെ, ഒരവസ്ഥ വരരുത് എന്നുള്ളതാണ്. ഇനി അത്രേ ചെയ്യാൻ കഴിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മറ്റേ സ്വർണം പോരാന്ന് പറഞ്ഞാണ്ട് അവൻ പല പ്രാവശ്യം ഇവിടെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അപ്പം അറിയണേ. സ്വർണ്ണം ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ എന്താ പറയുക, സ്വർണ്ണമൊക്കെ ഒന്നുമില്ല, അതൊക്കെ നാശാക്കി പോയിട്ടുണ്ട് എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞ്. അതെ, പിന്നെ സ്വർണം പോരാന്നുള്ളവരോട് പറയുന്നുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇല്ല, അപ്പൊന്നും ആവശ്യപ്പെട്ടില്ല. പിന്നെ നമ്മൾ കൊടുത്തത് പോരാന്നുള്ളത് എനിക്ക് ഇവിടെ ഉപദ്രവിക്കലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കൊടുത്ത സ്വർണം തന്നെ ഒരു ഇതുമില്ല, ഒക്കെ ഇല്ല, എല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കുട്ടിയുടെ വിഷ്ണുജയുടെ അയൽവാസിയായ ആൾ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നോ? എങ്ങനെയാണ്? ഇല്ല, ഇത് പിന്നെ ഈ ആളെക്കുറിച്ച്, ഈ വിഷ്ണുജയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ ഈ വീട്ടിൽ കല്യാണം വില്ലൂത്ത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ഒരു സൽക്കാരം ഈ മുറ്റത്ത് നടന്നു. ആ ഒരു പിറ്റേ ദിവസം ആ സൽക്കാരത്തിന് വന്നതൊഴിച്ചാൽ പിന്നീട് ആ മനുഷ്യനെ, ഞങ്ങൾ ഈ തൊട്ടടുത്ത വീട്ടുകാരാണ്, നമ്മളൊക്കെ കല്യാണം കഴിച്ചവരാണ്. അങ്ങനെയുള്ള എല്ലാ ആളുകളും തൊട്ടടുത്ത വീട്ടുകാരൊക്കെ ആയിട്ട് പരിചയവും ബന്ധവും ഉണ്ടാവും. ഇങ്ങനൊരാളെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഈ വീടിൻ്റെ അകത്തേക്ക് അയാൾ ഈ 1.5 വർഷം, മെയ് മാസം വന്ന 2 വർഷമാവും. മെയ് മാസത്തിൻ്റെ ഈ 2 വർഷം ആകുന്നതിൻ്റെ ഇടയിൽ 1.5 വർഷം കഴിഞ്ഞ സമയത്ത് അന്നൊരു ദിവസം വന്നതൊഴിച്ചാൽ പിന്നീട് അയാൾ ഈ വീട്ടിലോ ഈ നാട്ടുകാരോ അയാളെ കണ്ടിട്ടില്ല.
അപ്പോൾ ഉള്ള വിഷയം എന്താ വെച്ചാൽ അന്ന് മുതലേ ഇത് നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാവുക. ഞങ്ങളാരും നേരിട്ട് കണ്ട ആളല്ല. പക്ഷേ ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ ഇവർ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടി കൊടിയ പീഡനത്തിന് അവിടെ വിധേയമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ദാരുണ സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അത് എന്തുതന്നെയായാലും അങ്ങനൊരു തെറ്റ് എന്തുതന്നെയായാലും ആ മരണത്തിന് അങ്ങനൊരു സംഭവം അരുതാത്തത് സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നാണ്. അതിന് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിൽ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഈ നാട്ടുകാർ. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ ഇവിടെ 3 പെൺകുട്ടികളാണുള്ളത്. അന്ന് മുതലേ പിന്നെ സാമ്പത്തികമായിട്ടും സ്വർണ്ണമില്ലാത്തതും പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്കറിയില്ല, ഇവരൊക്കെ പറയുന്നത് കേട്ട വിവരം അങ്ങനെയാണ്. അപ്പോൾ അന്ന് മുതൽ ഈ കുട്ടിക്ക് അതിൻ്റെ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അയാൾ ഈ 1.5 വർഷക്കാലത്തിൻ്റെ ഇടയിൽ ഈ വീട്ടിൽ ഒരു വട്ടം പോലും ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. അങ്ങനെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ ഇപ്പോൾ ഇന്നലെയൊക്കെ അത് പറയുന്നു, ഒരുപാട് നമുക്ക് പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് കേൾക്കുകയാണ്. ഈ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള ഒരാൾ ഒക്കെ എങ്ങനെ ഈ ഉന്നത സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു ജോലി നിർവഹിക്കും എന്നുള്ളത് ഒക്കെ സംശയമാണ് നമുക്ക്. അതുകൊണ്ട് എന്ത് തന്നെ ആയാലും അത്തരത്തിലുള്ള കൊടിയ പാതകങ്ങൾ ചെയ്യുന്നവർക്ക് ഇവിടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. ഇന്നലെ DYSPയും സർക്കിളും ഒക്കെ ഇവിടെ വന്നിരുന്നു. അവരൊക്കെ ഇവരോട് സഹകരിക്കാൻ തയ്യാറാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.